ഒരു 150 മിസൈൽ, ഈ ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെ ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. ഇസ്രായേൽ അതൊന്നും പ്രയോഗിച്ചിട്ടില്ല. അത് ഇപ്പൊ എന്തായാലും അത് പ്രയോഗിക്കേണ്ട കാര്യമില്ല. അത് പ്രയോഗിക്കുന്ന ഇവിടെ ഇറാൻ എന്താണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ആളിനെ കൊല്ലാനല്ലേ. ഇസ്രായേലിൽ അങ്ങനെ ഇത്രയും വലിയൊരു മിസൈൽ വിട്ടിട്ട് അവിടെ പോയി അവരെ ഒരു എന്തെങ്കിലും അടിച്ചിടേണ്ട കാര്യം മാത്രമല്ല. ഈ മിസൈൽ ഇട്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു കെട്ടിടമൊന്നും ഇപ്പൊ തന്നെ ലബനിലായാലും കെട്ടിടങ്ങൾ, വലിയ ബഹുനില കെട്ടിടങ്ങൾ എടുത്ത് മറിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ താഴോട്ട് തന്നെ പോകുന്ന രീതിയിലുള്ള ആ ബോംബിംഗ് ഒക്കെ ഉണ്ടല്ലോ, കാർപ്പറ്റ് ബോംബിംഗ് ആയാലും ഈ വസ്ത്രബന്ധങ്ങൾ, ഒരിക്കലും ഒരു മിസൈൽ വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മിസൈൽ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെങ്കിൽ ആ ബിൽഡിംഗ് ഒക്കെ മിക്കപ്പോഴും അതേപോലെ ഇൻടാക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇറങ്ങിയടിക്കുന്നത്. കയറിപ്പറിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേൽ. കയറിപ്പറിക്കുമ്പോൾ ചിലപ്പോൾ അപകടത്തിന് സാധ്യതയുണ്ട്. ഇവിടുന്ന് കല്ലും മണ്ണും വാരി എറിയുന്നതിന്റെ വ്യത്യാസമാണ്. കല്ലും മണ്ണും വാരി എറിയുമ്പോൾ എവിടെങ്കിലും കൊള്ളും. അതാണ് ഇറാന്റെ രീതികളൊക്കെ കുറച്ച് പ്രാകൃതമാണ് എന്ന് പറയാൻ കാര്യമില്ല. പിന്നെ മാത്രമല്ല, ഇറാന്റെ കയ്യിരിക്കുന്ന പല വിമാനങ്ങളും ആക്രിക്ക് കൊടുക്കേണ്ട വിമാനങ്ങളാണ്. ഞാൻ ഇന്നലെ 2 F-14 വിമാനങ്ങൾ, ഫാൻഡം ആണെന്ന് തോന്നുന്നു എൻ്റെ പേര്, F-14 വിമാനങ്ങൾ ഡ്രോൺസ് വെച്ച് തറയിൽ കിടക്കുന്നതിനെ അടിച്ചിടുന്നുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്ത് ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുകയാണ്, ഈ വിമാനങ്ങൾ കുറെ നാളായിട്ട് പൊങ്ങാറേ ഇല്ലാത്ത വിമാനങ്ങൾ, പാവം വിമാനങ്ങൾ ഒന്നും ഇല്ലാതെ അവിടെ കിടന്നായിരുന്നു, അതിനാണ് അടിച്ചതായിരുന്നു. വലിയ വിമാനമാണ്, നോക്കുമ്പോൾ നല്ല വലിയ വിമാനമാണ്. ഞാൻ അതിന്റെ F-14 അടിച്ചു നോക്കിയപ്പോഴും വലിയ വിമാനമാണ്. പക്ഷെ അത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറെ കാര്യം ഇറാന്റെ കയ്യിൽ ഒബ്സലീറ്റ് ആയിട്ടുള്ള കുറെ സാധനം ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്.